ഹായ്, നമ്മുടെ കോട്ടയത്തെ റേഡിയേഷനൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തേക്ക് എന്തോ നീര് വെച്ചിരിക്കുന്നതൊക്കെ ഇളക്കി ഇവിടുത്തെ ഒന്നും ഇളക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ ഇളക്കി. പിന്നെ നമുക്ക് നാളെ ചെന്നല്ലേ എഴുതി മേടിക്കണം ഡോക്ടറെ കണ്ട്. നമുക്ക് മുറിവ് കരിയുന്നതിന് മുമ്പ് എളുപ്പം റേഡിയേഷൻ ചെയ്തേക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മൾ ഇവിടെ പോവാണ് കോഴഞ്ചേരിയിലേക്ക്. വീണ്ടും നമുക്ക് എളുപ്പം ചെല്ലണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓങ്കോളജി ഡോക്ടറെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഉണ്ട്. അപ്പോൾ പോയി കാണണം. കണ്ടിട്ട് അടുത്ത ചികിത്സ തുടങ്ങണ്ടേ. ഇത് ബാക്കി എവിടെയാണ് സ്കാൻ ചെയ്തൊക്കെ റെഡിയാക്കണം. പിന്നെ എന്തുവാ എനിക്കൊരു കൊല്ലത്തുള്ള നിയാസ് എന്ന് പറഞ്ഞ ഒരാൾ, എനിക്കയാളെ അറിയില്ല. അയാളൊക്കെ എന്നെ അറിയുമോ എന്ന് എനിക്കറിയില്ല. അറിയില്ല കേട്ടോ. എൻ്റെ വീഡിയോയുടെ താഴെ ഒരു പടം വെച്ചൊരു ഇട്ടു. സന്തോഷം. എനിക്ക് പോത്താണോ എരുമയാണോ കാളയാണോ എന്നറിയത്തില്ല. എന്തോ ആണെങ്കിലും ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യരെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ആ ജീവിക്ക്. മൃഗങ്ങൾക്ക് കുറച്ചുകൂടെ മനുഷ്യനോട് സ്നേഹം കാണുമല്ലോ. പിന്നെ എൻ്റെ ഈ രൂപം കണ്ടിട്ടാണെങ്കിൽ എനിക്കതിനും സന്തോഷം. പിന്നെ ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾ ഓർക്കുന്ന എന്നെ തളർത്തി എന്തെങ്കിലും പറഞ്ഞാലും എനിക്കത് പ്രശ്നമേ അല്ല. ഞെരടിച്ചാകാനൊക്കത്തില്ല. എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. എനിക്കതിനോട് ജീവിച്ചല്ലേ പറ്റുള്ളൂ. എൻ്റെ അവസ്ഥ അതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത്, ഇതൊന്നും എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ഒന്നിനും പിന്മാറുന്നില്ല. നിങ്ങളെന്നെ സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കുക. എനിക്ക് നിങ്ങളല്ലാതെ മുന്നോട്ട് ഒരു ചുവട് പോലും പോകാൻ പറ്റില്ല. പിന്നെ എന്നെ ആ വൃത്തികെട്ട ഒരു ഇതാക്കി കാണുന്ന എന്താണോ അതെനിക്കൊന്നും പ്രശ്നമല്ല. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എനിക്കത് ആരോടും ഒരു പരിഭവോ പരാതിയോ ഇല്ല. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. എന്നെ സഹായിക്കുക. എന്നെ മുന്നോട്ട് എനിക്ക് ചികിത്സയ്ക്ക് നിങ്ങളെന്നെ സഹായിക്കുക. നിങ്ങൾ എത്ര പടം വേണമെങ്കിലും ഇട്ട്, എത്ര വൃത്തികെട്ട പടങ്ങൾ, എന്ത് വൃത്തികെട്ട് വേണമെങ്കിലും ഇട്ടു. ഞാൻ ഇന്ന് വരെ വൃത്തികെട്ട ഒരു വേഷമായിട്ടോ വൃത്തികെട്ട ഒരു ഇതായിട്ടോ, രോഗം നമുക്ക് മുഖത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തും, ശരീരത്തിന് മാറ്റം വരുത്തും. പക്ഷേ ഇന്ന് വരെ നമ്മൾ ആ ഒരു മാറ്റം ഉണ്ടായാലും നമ്മൾ ഉള്ള ഡ്രസ്സ് എന്താണോ അത് വൃത്തിയായിട്ടിട്ടും ശരീരം മറിച്ച് ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയ്ക്ക് പോലും വന്നിട്ടുള്ളൂ. ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയുടെ മുമ്പിൽ വൃത്തികെട്ട രീതിയിൽ വന്ന് നിന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് പറയുക. ഞാനതിനെ തീർച്ചയായിട്ടും എൻ്റെ വഴിയിൽ നിന്ന് തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തുന്നതായിരിക്കും. എൻ്റെ വിശ്വാസത്തിൽ ഇന്ന് വരെ ഞാൻ അങ്ങനെ നിന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ നിൽക്കില്ല, എനിക്കത് ഉറപ്പാണ്. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് നിങ്ങളുള്ള സഹായമുണ്ടാകണം. അപ്പം നിയാസെ, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളിട്ട ഫോട്ടോ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഫോട്ടോ എഴുതി എന്താണേലും ആയിക്കോട്ടെ. സഹായിക്കുന്നവരെന്നെ സഹായിക്കും.